ഗുഡ് ഈവനിങ് ഓൾ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ്? ഇന്ന് മാർക്കറ്റ് വലിയ കാര്യമായിട്ടുള്ള മൊമെന്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? മാർക്കറ്റ് രാവിലെ ഒരു ക്ലിയർ അപ്സൈഡ് മൊമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരികയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായത് അല്ലേ? സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി, അതുപോലെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ, അതേപോലെ നിഫ്റ്റി ഫ്യൂച്ചർ. സോ ഇതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ടൈം ഫ്രെയിമിൽ ഒന്ന് അനലൈസ് ചെയ്യണം. ഹയർ ടൈം ഫ്രെയിം മുതൽ ലോ ടൈം ഫ്രെയിം വരെ കറന്റ് മാർക്കറ്റിന്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകാം. സോ ഇലക്ഷൻ ആയിരുന്നു അല്ലെ? അപ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ്. എങ്ങോട്ട് പോകും, ഡയറക്ഷനിലൊക്കെ ഭയങ്കര ഡൗട്ട് നമുക്ക് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് അല്ലെ? അപ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ പ്ലാനുകൾ എടുത്ത് അതിന് നമ്മൾ ലോവർ ടൈം ഫ്രെയിം ടു 1 മിനിറ്റ് വരെ, വീക്കിലി മുതൽ 1 മിനിറ്റ് വരെ നമ്മളൊന്ന് അതിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ബാങ്ക് നിഫ്റ്റി അതിനൊപ്പം തന്നെ നമുക്ക് HDFC, ICC അതേപോലുള്ള സ്റ്റോക്ക് അനാലിസിസും കൂടി നമുക്ക് വരുന്ന നെക്സ്റ്റ് ഡേയ്സിൽ നമുക്ക് HDFC, ICC, ആക്സിസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക് അതെല്ലാം നമുക്ക് വരുന്ന ദിവസത്തിൽ നോക്കാം. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പറയുന്ന ബാങ്ക് നിഫ്റ്റിയുടെയും കറന്റ്ലി ഉള്ള കണ്ടീഷനെ കുറിച്ചിട്ടാണ്. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ലാസ്റ്റ് വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം. ഓക്കെ. സോ നമ്മളുടെ അതുപോലെ തന്നെ കുറെ ഡൗട്ട്സ് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഈ വരുന്ന 16-ാം തീയതി നമ്മുടെ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ എല്ലാവരും ആ ലിങ്കിൽ കയറി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. സോ അതേ പറഞ്ഞ വലിച്ചെടുത്തില്ല, നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ കറന്റ്ലി ഇന്നത്തെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ ആണ് കാണുന്നത് അല്ലേ? അപ്പം നമ്മൾ ഇന്ന് കംപ്ലീറ്റ്ലി പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ പല പല കണ്ടീഷൻസ് ഉണ്ട്. സോ ഈ ഒരു ക്ലിയർ എൻട്രി താഴേക്ക് നോക്കാവുന്നതായിരുന്നു. പക്ഷേ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമുക്ക് ലോജിക്കലി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് എൻട്രിയിൽ കയറ്റാൻ പറ്റുന്ന കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യാഞ്ഞത്. ഇവിടെ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SMCക്ക് ബേസ് ചെയ്തിട്ട് നോക്കുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരിവിടെ ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റിൽ വരുന്നൊരു സോണാണ്. സോ മുമ്പോട്ട് വരുന്ന വീഡിയോസിൽ നമുക്ക് അതൊക്കെ പയ്യെ ചെറിയ ടോപ്പിക്കുകളായിട്ട് കവർ ചെയ്ത് പോവാം. ഓക്കെ. സോ ഇപ്പം എന്തായാലും അവിടെ നിൽക്കട്ടെ. സോ കറണ്ട്ലി ഇന്നത്തെ സിറ്റുവേഷൻ എവിടെയാണ്, എന്താണ് എന്നുള്ളത് കംപ്ലീറ്റ് റേഞ്ചാണ് നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ നമ്മളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ, കണ്ടോ ഇവിടെ ഗുഡ് മോർണിംഗ് ഇട്ടതിന് ശേഷം. സോ മാർക്കറ്റിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു, വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു. അതിന് ശേഷം ഒരു പ്രോപ്പർ പ്ലാൻ നമ്മളിവിടെ താഴേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ ഒരു മിറ്റിഗേഷൻ സോണാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഡൗൺ സൈഡിലേക്കായിരുന്നു മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഒരു കണ്ടിന്യൂഷൻ ട്രേഡ് നമ്മൾ നോക്കി, കണ്ടോ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് ഏകദേശം ഇതാണ് മേജർ സോൺ. സോ ഇവിടെ എങ്ങും കയറേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് ഒരു എൻട്രി ഉള്ളത്, താഴേക്ക് ഒരു കണ്ടിന്യൂഷൻ ടു നമ്മുടെ പ്ലാനിലേക്ക്. കണ്ടോ നമ്മൾ പ്ലാൻ ഇട്ടിട്ടുള്ളത് 59,586 എന്നുള്ള സോണിൽ നിന്ന് എഗെയിൻ അവിടെ നിന്ന് കൺഫർമേഷൻ എടുത്ത് മുകളിലേക്കാണ് നമുക്ക് പ്ലാൻ. സോ ഇവിടെ നിന്ന് എഗെയിൻ ഒരു റീടെസ്റ്റ് ആണ്, നമ്മൾ താഴേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ മാർക്കറ്റ് കുറേ നേരമായിട്ട് എന്താണ് അവിടെ നിന്ന് പുഷ് ചെയ്തത്, ഒരു 1:2, 3 അടുത്ത് മാർക്കറ്റ് വന്നെങ്കിലും പ്രോപ്പറായിട്ട് നമ്മൾ നോക്കുന്നൊരു RR ഉണ്ട് നമുക്ക് പ്രീമിയത്തിൽ കളക്ട് ചെയ്യണം അല്ലേ? 1:2 ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടാവും. ഏകദേശം ഒരു 90 പോയിന്റ്സ് അടുത്തതിൽ 95 പോയിന്റ്സ് അടുത്ത് പ്രീമിയത്തിൽ മൊമെൻറ്റം അതിലുണ്ടായിട്ടുണ്ട്. സോ ഓക്കെ ഫൈൻ. അതിനുശേഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ്. സോ ബാക്കിയുള്ളവരോട് ഞാൻ പറഞ്ഞു, അവിടെ കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് ഈ ഒരു കണ്ടീഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കോസ്റ്റ് ആക്കിക്കോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ടേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി മാർക്കറ്റിൽ ഉണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിനെ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ ഇവിടെ ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് മാർക്കറ്റ് അതിന് മേളിൽ എന്താണ് ഓർഡേഴ്സ് ഉണ്ടാവും. സോ അത് മാർക്കറ്റ് ടേക്ക് ചെയ്ത് അതിന് ശേഷമൊക്കെ ആയിരിക്കും മാർക്കറ്റ് താഴേക്ക് വരേണ്ട കണ്ടീഷൻസ് ഉണ്ടാവാം, മനസ്സിലായോ? സോ അതുകൊണ്ടാണ് നമ്മളിവിടെ കോസ്റ്റ് ആക്കാൻ പറഞ്ഞിട്ടുള്ളത്. മാർക്കറ്റ് നല്ല ക്ലിയർ റേഞ്ചിലാണെന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ നല്ലൊരു സിമെട്രിക് ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷൻ മാർക്കറ്റിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അല്ലേ? കാരണം ഈക്വൽ ഹൈസും ഹയർ ലോസും മാർക്കറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈക്വൽ ഹൈസും ഹയർ ലോസും മാർക്കറ്റ് ക്രിയേറ്റ് ആവുന്നതിൻ്റെ അർത്ഥം രണ്ട് സൈഡിലും മാർക്കറ്റ് കംപ്ലീറ്റ്ലി ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഏത് സൈഡിലുള്ള ഓർഡേഴ്സ് വേണമെങ്കിലും മാർക്കറ്റ് പിക്ക് ചെയ്യാം. പക്ഷേ കൂടുതൽ നിങ്ങളും ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് മാർക്കറ്റ് ബിൽഡ് ചെയ്യുന്നത്, അതായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുക, എപ്പോഴും മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് എവിടെയാണുള്ളത് അതായിരിക്കും മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിന് ഉള്ളിലായിരിക്കണം. എന്ന് വെച്ചിട്ട് മാർക്കറ്റ് ഓവറോൾ സ്ട്രക്ചർ എന്താണോ ആ സ്ട്രക്ചറിനുള്ളിലാണെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് ആ ഒരു ഡയറക്ഷൻ
പിക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ആ ഒരു ഡയറക്ഷനിലുള്ള ഓർഡേഴ്സ് മാർക്കറ്റ് എടുക്കാണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്താണ് സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ള കാര്യം അല്ലേ. ഇവിടെയൊക്കെ മാർക്കറ്റ് ഓരോ പുഷ് ഉണ്ടാകുമ്പോൾ ഇവിടെ എന്താ ഒരു ബൈ ഓർഡർ മാർക്കറ്റ് മേളിലേക്ക് വരുന്നു. സോ അതിന് താഴെ ഒരു ലിക്വിഡിറ്റി അല്ലേ, ഒരു സെൽ സൈഡ് വേറൊരു ഓർഡർ അവിടെ ഉണ്ട്, താഴെ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട്. എഗെയിൻ മാർക്കറ്റ് താഴേക്ക് വരികയാണ്. സോ എഗെയിൻ ഇവിടെ നിന്ന് മാർക്കറ്റ് പുതിയ ഹൈ എടുക്കുമ്പോഴും ഇവിടെ നല്ല രീതിയിലുള്ള വിക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് താഴെ നല്ലൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. സോ ഇത്ര ഓർഡേഴ്സ് മാർക്കറ്റ് പിക്ക് ചെയ്യാൻ മാർക്കറ്റ് ഇമ്പൾസീവായിട്ടായിരിക്കുള്ളൂ താഴേക്ക് വീഴുക, മനസ്സിലാവും. അപ്പോൾ മേളിലുള്ള ഈ 2 സോൺസിൽ മാത്രമേ മേളിൽ ഓർഡേഴ്സ് ഉള്ളൂ, ഒന്നിവിടെ ഒന്നിവിടെ. അത് സിമ്പിളായിട്ട് മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ട് മേജറായിട്ടുള്ളൊരു സെനാറിൽ വന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, താഴേക്ക് മൂവ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ സ്റ്റിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല എൻട്രി എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇത് നമ്മൾ ഒരു സിമ്പിൾ സെറ്റപ്പായിട്ട് നമുക്ക് ഈ പറയുന്ന എൻട്രീനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് പോകണ്ട. നമുക്ക് നോർമലി എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന രീതിയിലുള്ള സെറ്റപ്പിൽ നമുക്ക് പോവാം. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലായിടത്തും എക്സ്പെക്ട് ചെയ്തെടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ എൻട്രി, ഇതേ ടൈപ്പ് ഓഫ് എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് കണക്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല, ഒറ്റ മെത്തേഡ് മാത്രം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ള കാര്യം ഹൈ ടൈം ഫ്രെയിം ടു ലോ ടൈം ഫ്രെയിം, നമ്മൾ വീക്ക്ലി മുതലുള്ള അനാലിസിസ്. സോ ഞാനിത് മൊത്തം മാറ്റാം, കംപ്ലീറ്റ്ലി സാധനം മാറ്റി മാർക്കറ്റിനെ നേരെ വീക്കിലിയിലേക്ക് കൊണ്ടുവന്നു. യെസ്, ഫൈൻ. സോ വീക്കിലി നമുക്ക് കഴിഞ്ഞ വീക്കിൻ്റെ ക്യാൻഡിൽ നോക്കണം അല്ലേ. അതിൻ്റെ ഒപ്പം ജസ്റ്റ് ഞാനൊന്ന് ഒരു ഇൻഡിക്കേറ്റർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇൻസൈഡ്. ഒരു ഇൻസൈഡ് ബാർ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ഒരു വേറൊരു കളർ നിങ്ങൾക്ക് കാണാം കണ്ടോ. സോ അതിൻ്റെ കളർ, ഇൻസൈഡ് ബാറിൻ്റെ കളർ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള റേഞ്ചസ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യം കൂടിയാണ് ഈ പറയുന്ന ഇൻസൈഡ് ബാർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ വീക്കിലി നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി നല്ലൊരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു കണ്ടോ. ഈ ഒരു സോണിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ത്രൂ ഔട്ട് മാർക്കറ്റിൽ ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് ത്രൂ ഔട്ട് കണ്ടോ, ഇവിടെ നിന്ന് അടുത്തൊരു ക്യാൻഡിൽ അതിന് ശേഷം താഴെ വന്നിട്ട് ത്രൂ ഔട്ട് മേലേക്ക്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി ഒരു വലിയ മൊമെൻ്റാണ് മാർക്കറ്റ് അല്ലേ. ഈ ഒരു നിങ്ങൾക്കറിയാം കഴിഞ്ഞ വീക്ക് എന്താണ് നമ്മുടെ ഇലക്ഷൻ പ്രമാണിച്ച് നല്ലൊരു മൊമെൻ്റാണ്. അപ്പോൾ നമുക്ക് മേജറായിട്ടൊരു ലോ കൺസിഡർ ചെയ്യാൻ പറ്റുക, മേജർ ലെവൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക ഈ ഒരു ലെവലാണ്. ഒരു ക്യാരക്ടർ, ഒരു സ്വഭാവം മാറുന്ന കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഒപ്പം ഇവിടെയാണ് നമുക്കൊരു ബ്രേക്ക് ഔട്ടായിട്ട് ലാസ്റ്റ് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ പിന്നീട് മാർക്കറ്റിൽ മേജറായിട്ട് താഴെ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു മേജർ ലെവൽ അതുപോലെ കീ ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇതൊരു കീ ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, വീക്കിലി നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കീ ലെവൽസ് കാര്യങ്ങൾ വരാം. സോ നമുക്കൊന്ന് ഡെയിലിയിലേക്ക് പോകാം. അപ്പോൾ ഒരു പിക്ചർ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. വീക്കിലി സ്ട്രോങ് ആയിട്ടുള്ള ഫൈറ്റിംഗ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. സോ അത് നമുക്ക് ആ ഇലക്ഷൻ അല്ലേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ യെസ്, നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും അതിൽ നോക്കേണ്ടതാണ്. കാരണം മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ഇനി ചേഞ്ച് ആയി വരും. എന്തായാലും ഈ ഒരു കണ്ടീഷനിൽ തന്നെ മാർക്കറ്റ് നിൽക്കില്ല, ചേഞ്ചസ് ഉണ്ടാവും. ഈ ഒരു വീക്ക് 2-3 ആഴ്ച കഴിയുമ്പോൾ, ഈ ഒരു മന്ത് കഴിയുമ്പോൾ വീക്കിലി ചേഞ്ചസ് ഉണ്ടാവും. സോ നമുക്ക് ഡെയിലിയിലായിരിക്കും വീക്കിലിന് മുമ്പ് എന്ത് കാണാൻ പറ്റുക, ഈ ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റാം അല്ലേ. അപ്പോൾ നമ്മൾ ഡെയിലിയിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മേജറായിട്ട് മാർക്കറ്റിലൊരു ബൈങ് സോൺ ഉണ്ടായിരുന്നത് ഇവിടെയാണ്. അതിൽ കംപ്ലീറ്റ്ലി സിമ്പിളായിട്ട് മാർക്കറ്റ് ഈ ഒരു സോണിനെ എന്ത് ചെയ്തു, ഗ്രാബ് ചെയ്തു അല്ലേ. കംപ്ലീറ്റ് ലിക്വിഡിറ്റി നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. എപ്പോൾ തൊട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് മാർക്കറ്റ് ടേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ മുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സോ അത് മാർക്കറ്റ് ഇവിടെ സിമ്പിളായിട്ട് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഗ്രാബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ മാർക്കറ്റ് ഓൾറെഡി ഗ്രാബ് ചെയ്ത് മാർക്കറ്റ് നിൽക്കണം. സോ ഇനി മേജറായിട്ടൊരു ലോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ വിക്ക് എടുക്കാം. നമുക്ക് കണ്ടോ ഈ ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, മേജറായിട്ടുള്ള ലെവലായിട്ട്. സോ താഴത്തെ ലിക്വിഡിറ്റി നിങ്ങൾക്ക് അറിയാലോ, മേജർ ബൈങ് സോൺ ഇതാണ്. സോ ഇനിയിപ്പോൾ നോക്കണമെങ്കിൽ തന്നെ കണ്ടോ ഇവിടെ നല്ലൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം മാർക്കറ്റ് വന്നു. മാർക്കറ്റ് സിമ്പിളായിട്ട് ആ ഒരു മൊമെൻറ്റത്തിൽ എന്ത് ചെയ്തതായിട്ട് കാണാം, ടേക്ക് ചെയ്തതായിട്ട് കാണാം. സോ ഇന്നത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഇന്നത്തെ ക്യാൻഡിൽ കാണുന്നത്. സോ ഇന്നത്തെ ക്യാൻഡിൽ നല്ല രീതിയിലുള്ളൊരു റിജക്ഷൻ അല്ലെ, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് കറൻ്റ്ലി എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ റേഞ്ചിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, മാർക്കറ്റ് റേഞ്ച് ആണെങ്കിൽ ഇൻഡിസിഷൻ ക്യാൻഡിലായിരിക്കും ഡെയിലി ടൈം ഫ്രെയിമിൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. സോ
ഇനി നമുക്ക് നേരെ 15 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. യെസ്. അപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ മേജർ ആയിട്ടുള്ള സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക ഈ ഒരു സോൺ തന്നെയാണ്. കണ്ടോ, ഈ ഒരു ലെവൽ തന്നെയാണ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. യെസ്. സോ നമ്മൾ അതിൽ നിന്ന് നേരെ 15 മിനിറ്റിലേക്കൊന്ന് സ്വിച്ച് ചെയ്യാണ്. അപ്പോൾ 15 മിനിറ്റിൻ്റെ കണ്ടീഷനിലാണ് നമുക്ക് എന്ത് വേണ്ടത്, ഒരു ട്രേഡ് പ്ലാൻ എടുക്കേണ്ടത്. സോ ആ ഒരു പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി മാർക്കറ്റ് നല്ലൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം താഴേക്ക് തന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് മാർക്കറ്റ് അതിനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ കണ്ടീഷൻ നിങ്ങൾക്കറിയാം ഇലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ അതിനുള്ളിൽ മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഇൻറ്റേർണൽ മൊമെൻറ്റം അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്നൊക്കെ പറയും. ആ മാർക്കറ്റ് ഓൾറെഡി ഇൻറ്റേർണൽ സ്ട്രക്ചർ മാർക്കറ്റിൽ ക്രിയേറ്റ് ആയി നിൽക്കുകയാണ്. സോ ഇങ്ങനത്തെ ഇമ്പൾസീവ് മൂവ് ഉണ്ടാകുന്ന സമയത്താണ് ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് വരാം. സോ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം കറൻ്റ്ലി ഇപ്പോഴത്തെ സ്റ്റാറ്റസിലില്ല. നമുക്ക് ഓരോ ദിവസത്തിൽ വന്നതനുസരിച്ച് അവിടുത്തെ റിയാക്ഷൻ കൺഫർമേഷൻ ഒക്കെ നോക്കിയിട്ട് നമുക്ക് നോക്കാം. യെസ്, ഇവിടെയാണ് ലാസ്റ്റ് മാർക്കറ്റിലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ളത്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, റീപ്ലേ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും റീടെസ്റ്റിൻ്റെ ഭയങ്കര ഡൗട്ടാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ റീടെസ്റ്റ് എന്ന് പറയുന്നത് ക്യാൻഡിൽ ക്ലോസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്, മനസ്സിലാവും. യെസ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മാർക്കറ്റ് ഇവിടെ ഒരു മാർക്കറ്റ് ഇവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇവിടെ ഒരു കംപ്ലീറ്റ്ലി റേഞ്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് താഴേക്ക് ഒരു ക്യാൻഡിൽ പോലും ഫോം ചെയ്തതായിട്ട് കാണാൻ പറ്റില്ല. സോ അത് നമുക്കൊരു റീടെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതൊരു റേഞ്ച് ആയിട്ട് വേണം നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യാൻ. സോ ത്രൂ ഔട്ട് മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴേക്ക് വന്ന് ഇവിടെ ഉണ്ടായ ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് രാവിലെ ടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ ഇനി എന്താണ് മാർക്കറ്റ് ചെയ്തതെന്ന് നോക്കാം. എന്നിട്ടും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഈ ഹൈനെ മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ടില്ല. യെസ്. അപ്പോൾ ഇനി എപ്പോഴാണോ മാർക്കറ്റ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു പുതിയ ഹൈ എടുത്തു. സോ എഗെയിൻ ഇപ്പോഴാണ് മാർക്കറ്റിലൊരു റീടെസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. സോ എഗെയിൻ മാർക്കറ്റ് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് വന്നാൽ നമുക്ക് ഇതൊരു ലോ ആയിട്ട് സ്വിംഗ് ലോ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ കറൻ്റ്ലി ലോ നോക്കുകയാണെങ്കിൽ എവിടെയാണ് കറൻ്റ്ലി ലോ നോക്കുകയാണെങ്കിൽ വേറെ എങ്ങുമല്ല, ഇതിവിടെയാണ് കറൻ്റ്ലി ലോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, സ്വിംഗ് കൺസിഡർ ചെയ്യാൻ പറ്റും. യെസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ബൈയിങ് സോൺ ഇവിടെയാണ്. സോ സ്റ്റിൽ പ്ലാനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേണ്ട പ്ലാൻ എന്ന് പറഞ്ഞാൽ കറൻ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്തേക്കാം, മിറ്റിഗേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മിറ്റിഗേഷൻ്റെ നമ്മുടെ ഇന്ന് നമ്മൾ രാവിലെ ഇട്ട പ്ലാൻ എന്താണോ കംപ്ലീറ്റ്ലി ആ പ്ലാനിലേക്ക് മാർക്കറ്റ് വന്ന് എൻഡ് ചെയ്തിട്ടുണ്ട്. സോ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് വരാനായിട്ട്. സോ സ്റ്റിൽ പ്ലാൻ ഇപ്പോഴും ഞാൻ പറയുന്നു കറൻ്റ്ലി ഉള്ള കണ്ടീഷനിൽ ഇതാണ് കറൻ്റ്ലി പ്ലാൻ. യെസ്. കണ്ടിന്യൂഷൻ അടുത്ത ലെവല് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കീ ലെവലായിട്ട് ഈ പറയുന്ന സോണിനെ കൺസിഡർ ചെയ്യാം. യെസ്. 50,561 എന്നുള്ള സോണിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹൈനെ ടാർഗറ്റ് ചെയ്യാം, കറൻ്റ്ലി ഉള്ള മാർക്കറ്റ് ഹൈനെ ടാർഗറ്റ് ചെയ്യാം. ഇതിപ്പോൾ കറൻ്റ്ലി ഒരു സ്റ്റാറ്റസ് പറയുന്നത് നമ്മളുടെ എൻട്രി പോയിന്റ് അല്ലെങ്കിൽ നമ്മളൊരു പ്ലാൻ എടുത്തേക്കാണ്. സോ ഇവിടെ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് മേളിലേക്ക് പ്ലാൻസ് നോക്കാൻ. പക്ഷേ ഞാൻ പറയുന്നു ഇത് മാർക്കറ്റ് പോകാൻ പോസിബിലിറ്റി ഉള്ള ഒരു സോണാണ്, മനസ്സിലാവും. യെസ്. ഇവിടെ നമ്മൾ എന്ത് വേണം, LTF കൺഫർമേഷൻ നമ്മൾ എടുക്കണം, മനസ്സിലായോ. വെറുതെ മാർക്കറ്റ് അവിടെ ഒരു പ്ലാൻ ഞാൻ വരച്ചിട്ടു എന്ന് പറഞ്ഞാൽ നാളെ പോയി കോൾ എടുത്താൽ ഞാൻ അതിൻ്റെ ഉത്തരവാദിയല്ല. അവിടെ നമുക്ക് പ്രോപ്പർ കൺഫർമേഷൻ കിട്ടി വേണം നമ്മൾ കയറാനായിട്ട്. അതിനെന്താ ചെയ്യേണ്ടത്, വേറെ ഒന്നുമില്ല, നമ്മുടെ ചാനലിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് പ്രോപ്പർ ടൈമിൽ ഞാൻ പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ്റെ അപ്ഡേറ്റ്സ് കൂടെ നിങ്ങൾക്ക് ഇട്ട് തരും. നിങ്ങളവിടെ പ്രോപ്പറായിട്ട് നോക്കി ഏത് എൻട്രി സെറ്റപ്പാണോ നിങ്ങൾ യൂസ് ചെയ്യണത് അതവിടെ അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ, മനസ്സിലായോ. ഇവിടെ LTF കൺഫർമേഷൻ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്ലാൻ കറൻ്റ്ലി നമുക്ക് കിട്ടിയിട്ടുള്ള പ്ലാൻ ഇതാണ്. യെസ്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണ്, നേരെ നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് ഞാൻ തരാം. അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ വാട്സപ്പിൽ ആ ലിങ്ക് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തു പോകാം. ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സിൽ നിങ്ങളെല്ലാവരും ഒരു ഹോംവർക്കായിട്ട് അതൊന്ന് ചെയ്തു നോക്കും. ഇപ്പോൾ നമ്മൾ എന്താണ് ഞാൻ ഇൻഡെക്സ് ചെയ്തിട്ടുള്ളത്, ഇതൊന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് ഫ്യൂച്ചർ ചാർട്ട് ഒന്ന് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് പല പല കൺഫ്യൂഷൻസ് ഇൻഡെക്സ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ലിയർ ആയിട്ട് ഫ്യൂച്ചർ ചാർട്ട് നിങ്ങൾക്ക്
ഒരു ക്ലാരിറ്റി തരും. സോ അവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് അവിടെയുള്ള കാര്യങ്ങൾ എന്നുള്ളത്. സോ ഇതൊരു ഹോംവർക്ക് ആയിട്ട് ഞാൻ തരാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും. ഓക്കെ, അതിൻ്റെ ഒരു പ്ലാൻ നിങ്ങൾ ഫ്യൂച്ചറിൽ എടുത്ത് നോക്കി. അതേപോലെ തന്നെ ആ എടുക്കുന്ന പ്ലാനിൽ എന്തെങ്കിലും വ്യത്യാസം കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മെയിനായിട്ട് അത് വെച്ച് നോക്കുക. മനസ്സിലായോ? ഓക്കെ, കണ്ടോ? അപ്പോൾ പ്ലാൻ എടുക്കുക എല്ലാവരും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യട്ടോ, എന്തായാലും അപ്ഡേറ്റ് ചെയ്യണം. സോ അടുത്ത നമുക്ക് നിഫ്റ്റിയിലേക്ക് വരാം. നിഫ്റ്റിയുടെ വീക്കിലി മുതൽ കണ്ടീഷൻ എന്താണ് എന്നുള്ളതിലേക്ക് പോവാം. നിഫ്റ്റി വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടൈറ്റ് അല്ല, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഞാനിത് വെറുതെ പറയണല്ല, നിങ്ങൾക്ക് അറിയാലോ, പ്രീവിയസ് വീഡിയോസ് നോക്കിയാൽ മതി. നമ്മൾ ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഇന്നും ഇന്നലെയും പറഞ്ഞിട്ടുള്ളതല്ല അല്ലേ. കംപ്ലീറ്റ്ലി നിഫ്റ്റി ആ ഒരു ടൈമിൽ പ്രോപ്പറായിട്ട് അത് മൊത്തം ടേക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ വരെയുള്ള കംപ്ലീറ്റ് ലിക്വിഡിറ്റി മാർക്കറ്റ് എന്ത് ചെയ്ത് ടേക്ക് ചെയ്ത് കണ്ടോ. കറക്റ്റ് ഇലക്ഷന് വന്നെടുത്തു, ഗ്രാബ് ചെയ്തു, കറക്റ്റ് ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് മാർക്കറ്റ് ഓക്കെ ആവട്ടെ. അവിടെ നിന്ന് മാർക്കറ്റ് പുഷ് ചെയ്തു. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഫൈറ്റാണ് അവിടെ നടന്നേക്കണം. നല്ല ഫൈറ്റാണ്. ബയ്യറാണ് ആക്റ്റീവ് ആയത് ലാസ്റ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സ്ട്രോങ് ആയിട്ട് സെല്ലേഴ്സ് ആക്റ്റീവായി, എന്നിട്ട് ലാസ്റ്റ് കണ്ടീഷനിൽ ബയ്യർ അതിലും സ്ട്രോങ് ആയി. മനസ്സിലായോ? അപ്പോൾ സെല്ലറിനെ ബീറ്റ് ചെയ്തിട്ടാണ് ബയ്യർ വന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ വിക്ക് കാണാൻ വേണ്ടി പറ്റും. സോ എപ്പോഴും നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം മാർക്കറ്റിനെ. ക്യാൻഡിൽസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു സ്റ്റോറി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കാം, കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് ഡെയിലിയിലേക്ക് ഒന്ന് പോവാം. വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ സോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേജറായിട്ട് ഈ ഒരു ലോ തന്നെ കൺസിഡർ ചെയ്യാം. അവിടെ നിൽക്കട്ടെ, അതിലൊക്കെ നമുക്ക് ചേഞ്ചസ് വരും. ഒരു 1 മന്തിൽ വരുമ്പോൾ ഈ വീക്കിലിയിലുള്ള നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് കാണുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കവർ ചെയ്തോ, വരുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ക്ലിയർ ആയി വരും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ അത് മൊത്തം റെഡി ആവുന്നില്ല. ഇങ്ങനത്തെ സിനാരിയോസ് മാർക്കറ്റിൽ വരുമ്പോൾ കൺഫ്യൂഷൻസ് വരും. സോ അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ഡെയിലി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്യാൻഡിൽ നോക്കി ബോഡി ക്ലോസ് ഉണ്ട്. ഓക്കെ, ഇന്നത്തെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് പുഷ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് മേളിലേക്ക് അല്ലേ. പക്ഷേ പുഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനത്തെ സിനാരിയോസിൽ നിങ്ങൾ ഈ ഒരു മാഗ്നറ്റിക് ടൂൾ യൂസ് ചെയ്യട്ടോ. പ്രോപ്പർ അതിൻ്റെ ഹൈയും ലോയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഷിഫ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കറക്റ്റ് സ്ട്രൈറ്റ് കിട്ടും കണ്ടോ. അപ്പം നല്ല രീതിയിൽ പ്രീവിയസ് മാർക്കറ്റ് എടുത്തിട്ടുള്ള ആ ഹൈനെ ഇന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷേ നല്ല രീതിയിൽ സെല്ലേഴ്സിൻ്റെ ഫൈറ്റ് ഉണ്ട്. സോ ഇവിടെ പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ ഡെയിലി നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഇവിടെ നല്ലൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെവല് പ്ലോട്ട് ചെയ്ത് നോക്കാം. മാർക്കറ്റ് ടേക്ക് ചെയ്യാൻ പ്രോബബിലിറ്റി ഉള്ള ഒരു സോൺ കൂടിയാണ്. സോ മേജർ ലെവല് ഞാൻ ഇപ്പോഴും പറയും താഴെയാണ്. സോ അതിനുള്ളിൽ നമുക്ക് കൺസിഡർ ചെയ്യാനാണെങ്കിൽ, താഴേക്ക് നോക്കാനാണെങ്കിൽ ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള പ്രോബബിലിറ്റി നോക്കി നോക്കാം. സോ ഇതൊരു ഡെയിലി ടൈം ഫ്രെയിം വ്യൂ ആണ്. സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മേളിലേക്കും ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് അല്ലേ, ബാലൻസ്ഡ് മാർക്കറ്റാണ്. നിങ്ങൾ ഇവിടെ തന്നെ നോക്കിയാൽ മതി കണ്ടോ. ഇത്രയും ബാലൻസ്ഡ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് അതെന്ത് ചെയ്തു, ഇത്രയും ഇമ്പൽസീവായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് അതെന്ത് ചെയ്തു, മാർക്കറ്റ് ക്ലിയർ ആയിട്ട് കറക്റ്റീവ് ആക്കി മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മാർക്കറ്റിൽ ഇമ്പൽസീവ് ആയിട്ടുള്ള മൊമെൻറ്റ് ഉണ്ടാവും. സോ അതൊക്കെ ബാലൻസ്ഡ് ആക്കിയിട്ട് മാർക്കറ്റ് പോകും എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്നത്. കണ്ടോ ഇവിടെ ഇത്രയും വലിയ ഇംബാലൻസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, അത് മാർക്കറ്റ് സിമ്പിളായിട്ട് ടേക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായി, അത് മാർക്കറ്റ് റീടേക്ക് ചെയ്തു. സോ അങ്ങനെ മാർക്കറ്റ് ഉണ്ടാക്കുന്ന സ്ട്രക്ചറിനുള്ളിൽ കേട്ടോ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. ഡയറക്ഷന് ഉള്ളിലാണെങ്കിൽ മാത്രമാണ്. സോ ഒരു കണ്ടിന്യൂഷൻ കഴിഞ്ഞ് മാർക്കറ്റ് ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ആ ഒരു ടൈം ഫ്രെയിം കട്ട് ഔട്ട് ചെയ്ത് ബ്രേക്ക് ഔട്ട് ചെയ്ത് മൂവ് ചെയ്തു. പിന്നെ എപ്പോഴും നിങ്ങൾ അവിടെ പോയി നോക്കേണ്ട ആവശ്യമില്ല. കറന്റ് ഉള്ള ഡയറക്ഷനുള്ളിൽ വേണം നമ്മൾ ഈ പ്ലാൻസ് നോക്കാനായിട്ട്. ഓക്കെ, സോ ഇതാണ് കറന്റ് കണ്ടീഷൻ. സോ ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ നേരെ 15 പോവാം. വേറെ ഒന്നിലേക്ക് പോകേണ്ട ആവശ്യമില്ല. 15 പ്ലാൻ എടുക്കുക. കറന്റ് എന്താണ് സ്റ്റാറ്റസ്? കറന്റ് നമുക്ക് ഇവിടെ നിന്നൊരു സ്ട്രക്ചർ നോക്കാന്നുണ്ടെങ്കിൽ ഫൈൻ, ഇവിടെ നിന്ന് നമുക്കൊരു ഡിപ്പ് തന്നു. അപ്പോൾ മാർക്കറ്റിൽ കറന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാലി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് റാലി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് നമുക്ക് ഈ പറയുന്ന ആരെ കാണാൻ പറ്റുക, നിഫ്റ്റിയിൽ കാണാൻ വേണ്ടി പറ്റുക. സോ മേജറായിട്ടൊരു ബൈങ് സോൺ എന്ന് പറയുന്നത് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. കറന്റ് കേട്ടോ, റാലി എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു സോൺ നമുക്ക് ബൈങ് സോണായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ നിഫ്റ്റിയുടെ കണ്ടീഷനിൽ ഇവിടെയാണ് ഒരു ബ്രേക്ക് ഔട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ മേജറായിട്ടുള്ള ഈ ലെവൽ നമ്മൾ മാർക്ക് ചെയ്തത് ഡെയിലി ലെവൽ. അപ്പം നിങ്ങൾ മനസ്സിലായല്ലോ, ഡെയിലിയിൽ അങ്ങനത്തെ ഒരു സോൺ ഉണ്ടായപ്പോൾ ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റത്തിൽ ഇവിടെ കുറേ
ഇംബാലൻസ് ക്യാൻഡിൽസ് കാണാം. കണ്ടോ ഇവിടെ ഒരു ഇംബാലൻസ് ക്യാൻഡിൽ ഉണ്ട്. അങ്ങനെ ഇംബാലൻസ് ക്യാൻഡിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. സോ ഇത് മൊത്തം മാർക്കറ്റ് ടേക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിഫ്റ്റി കിട്ടിയപ്പോൾ ഓൾറെഡി കോർഡിനേറ്റ് ചെയ്യുക ബാങ്ക് നിഫ്റ്റി ആയിട്ട് പ്ലാൻസിൽ നോക്കുക. അപ്പോൾ ഇവിടെ ഒരു ബൈയിങ് സോൺ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട് അല്ലേ, ഇവിടെ ഒരു ബൈയിങ് സോൺ ഉണ്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ക്യാൻഡിൽ എന്താണ് ഇതൊരു ബേസ് ആവണതിൻ്റെ റീസൺ പറഞ്ഞുതരാം. കണ്ടോ ഈ ഒരു ക്യാൻഡിലിനെ ഹൈയും ലോയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്ലിയർലി അതിനുള്ളിൽ നല്ലൊരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് നിന്നതിന് ശേഷമാണ് മാർക്കറ്റ് മേളിൽ. അപ്പോൾ അവിടെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് പുഷ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഡിമാൻഡ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇനി ഇവിടെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവണമെങ്കിൽ സോ ആ ഒരു കേസിൽ ഡെയിലി ടൈം ഫ്രെയിം ആയിട്ട് നമ്മൾ സ്വിച്ച് ചെയ്ത് നോക്കാം. ഇതിന് താഴേക്ക് വന്നാൽ ഡെയിലിയുടെ ഈ 2 സോൺസിലേക്ക് മാർക്കറ്റ് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ അത് ട്രേഡ് ആക്കാൻ നോക്കുക. അപ്പോൾ മേജറായിട്ട് ഈ ഒരു ലോ പ്ലോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങൾക്ക് നിഫ്റ്റിക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ലെവൽസ് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് നോക്കാവുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് റീടെസ്റ്റ് നോക്കണോ അതോ കണ്ടിന്യൂഷൻ നോക്കണോ അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, നിങ്ങൾ നോക്കാം. ഓക്കെ ഫൈൻ. ഇതിന് ശേഷം ഓക്കെ ഇനി നമുക്ക് ഫ്യൂച്ചറിൻ്റെ പ്ലാനും കൂടെ ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലേക്ക് കൂടി നമുക്ക് പോവാം. ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക ഇവിടെ നല്ലൊരു റേഞ്ച് ഉണ്ടാക്കിയതായിട്ട് കാണാം. ഫൈൻ, നമുക്ക് ഇത് തന്നെ കൺസിഡർ ചെയ്യാം. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഫ്യൂച്ചറും കൂടെ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കൺഫർമേഷൻ എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ബൈയിങ് സോൺ ആണ് കറൻ്റ്ലി. ഇവിടെ എന്താണ് ബൈയിങ് സോൺ ആണുള്ളത് അല്ലേ, ഇതൊരു ബൈയിങ് സോൺ ആണ്. സോ ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, LTF കൺഫർമേഷൻ എടുക്കുക, മുകളിലേക്ക് കയറാം. മനസ്സിലാവും. അപ്പോൾ നമുക്കത് ഇൻഡെക്സ് വ്യൂ പറഞ്ഞുതരാം. ഫ്യൂച്ചർ എല്ലാവർക്കും ഹോംവർക്കാണ്, നിങ്ങളത് പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. ഇത് സിമ്പിളായിട്ട് രാവിലെ ഒന്ന് ട്രേഡ് എടുത്ത് പോകാമെന്ന് കരുതി കഴിഞ്ഞാൽ ഞാൻ പറയണു നടക്കില്ല. കുറച്ച് പണി എടുത്തേ നടക്കുള്ളൂ. എന്നാലേ നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിൻ്റെ ആ ഒരു റിയാലിറ്റി നിങ്ങൾ പഴയ മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? ഫൈൻ. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താ, ഇതേപോലെ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് മേളിൽ ചെന്നു. ഇവിടേക്ക് ഇംബാലൻസ് ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് മാർക്കറ്റ് അടിച്ച് താഴെ വന്നു. ഓക്കെ ഫൈൻ. അപ്പോൾ ഇവിടെ മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ സോണിനുള്ളിൽ മാർക്കറ്റ് ഒരു റിവേഴ്സൽ ഉണ്ടാവണം, ലോ ടൈം ഫ്രെയിമിൻ്റെ ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവണം. മാർക്കറ്റ് എഗെയിൻ ഇവിടെ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സോണായിട്ട് കൺസിഡർ ചെയ്യാം. മനസ്സിലാവും. എന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. സോ സിമ്പിൾ, ബിഗിനേഴ്സ് ആയിട്ട് നോക്കണവരാണെങ്കിൽ ഈ ഡബിൾ ബോട്ടം അല്ലെങ്കിൽ W പാറ്റേൺ അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് അല്ലെ, ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് അങ്ങനെയുള്ള പാറ്റേണുകൾ നിങ്ങൾ എപ്പോഴും ഈ പറയുന്ന ലെവൽസിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാം. സോ അങ്ങനെ ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന ചിലപ്പോൾ ട്രെൻഡ് റിവേഴ്സിൽ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഹെഡ് ആൻഡ് ഷോൾഡർ അങ്ങനെയുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ എന്താണ് ക്രിയേറ്റ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഡബിൾ ബോട്ടം W പാറ്റേൺ മാർക്കറ്റിൽ ക്രിയേറ്റ് ആവുന്നുണ്ടോ. അപ്പോൾ മേജർ ആയിട്ടുള്ള സപ്പോർട്ട് സോണിൽ നിങ്ങൾ അതിനെ കൂടെ കൺഫർമേഷൻ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്കൊരു കൺഫർമേഷൻ എടുത്ത് നോക്കാം. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാം, അത് പഠിക്കാൻ ശ്രമിക്കാം. എന്തായാലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന വളരെ നല്ല കാര്യമാണ്. പക്ഷെ എല്ലാവരും പഠിക്കാൻ നോക്കാം. ഓക്കെ, സോ കറൻ്റ്ലി പ്ലാൻ ഞാൻ പറഞ്ഞു, ഇവിടെ ബൈയിങ് സോൺ ആണ്. സോ ഇവിടെ കൺഫർമേഷൻ LTF കൺഫർമേഷൻ എടുത്തിട്ട് അതിലേക്ക് നോക്കാം. ഓക്കെ, ഇത്രയുള്ളൂ പരിപാടി. രണ്ടിലെയും പ്ലാൻ നല്ല വ്യക്തമായി നമ്മൾ ഇന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് സംശയമുള്ളത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. സംശയങ്ങൾ മാത്രമായിരിക്കണം എൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് കേട്ടോ. എന്നെ വിളിച്ച് ചോദിക്കരുത് നാളെ കോള് മേടിക്കണോ പുട്ട് മേടിക്കണോ എന്നൊക്കെ ഇടയ്ക്ക് ഓരോരുത്തർ ചോദിക്കാറുണ്ട്. ഞാൻ പറയണം. സോ നിങ്ങൾ പഠിക്കാനുള്ളൊരു സോണായിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. കോള് പുട്ടെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് റെസ്പോൺസ് തരുന്നതല്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം. അങ്ങനെയുള്ള ചാറ്റ്സിൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യണതിൽ അതൊരു ആഗ്രഹം ഇല്ലാത്ത ഒരാളും കൂടെയാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, എല്ലാവരും പഠിക്കാൻ നോക്കാം. നമുക്ക് എന്തായാലും ഒരുമിച്ച് പോകാം, ഒരുമിച്ച് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോകാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ എന്താണ്, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇനി HDFC ആക്സിസ് ICICI നോക്കാം. അതുപോലെ തന്നെ സ്വിങ്ങിൻ്റെ ഒരു കറൻ്റ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സ്വിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റ്സ്. സോ ഈ മന്ത് എൻഡിൽ നമുക്കത് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. സ്വിങ് ചെയ്യുന്നത് ഡെയിലി ഒരു പ്രോഫിറ്റ് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
കംപ്ലീറ്റ് സ്റ്റാറ്റസ് വിത്ത് PNL ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ അത് ഡെയിലി പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്സ് നിങ്ങളെടുത്ത് ഹോൾഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഹൈ ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് റിസ്കി ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം നമ്മൾ ഇൻട്രാഡേ കൺവേർട്ട് ചെയ്ത് സ്വിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ് അത് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ രാവിലെ നമ്മൾ ഫിൽറ്റർ നോക്കി രാത്രി നല്ലൊരു എഫേർട്ടൊക്കെ ഉണ്ട്. സോ അത് മൊത്തം നമ്മൾ ഇതിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും കൺഫ്യൂസ്ഡ് ആവും. പിന്നെ വെറുതെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ സ്റ്റോക്കൊക്കെ മേടിച്ചുള്ള പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ മന്ത് എൻഡിൽ ഞാൻ അത് എന്താണ് സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത്, ഇല്ലെങ്കിൽ വീക്കിലി ഞാൻ നോക്കുന്നുണ്ട്. വീക്കിലിയിൽ നമുക്ക് നെക്സ്റ്റ് ഈ വീക്ക് അടുത്ത വീക്കൊക്കെ ആയിട്ട് അതിൻ്റെ സെക്ഷൻസ് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ. ഈ ഓപ്ഷൻ ബൈങ് മാത്രം ചെയ്യാമെന്ന് പറഞ്ഞ ഒരാളിരിക്കേണ്ട. കാരണം നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് ഉണ്ട്. ഓപ്ഷൻ തരുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് തരാവുന്ന സ്ഥലങ്ങൾ മാർക്കറ്റിലുണ്ട്. എല്ലാവരും ഓപ്ഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ചെയ്യണ്ടെന്നല്ല ഞാൻ പറയണം, ചെയ്യണം. പക്ഷേ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ആദ്യമേ ഇത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു വഴി ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കാം അല്ലേ. ഇന്ന് കുറച്ചധികം ലെങ്തി സെക്ഷൻ ആയി പോയിട്ടുണ്ടാവും, കുഴപ്പമില്ല. കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ കുറച്ച് ലെങ്ത് ആയിട്ട് പോയാൽ മാത്രം പഠിക്കാൻ പറ്റുള്ളൂ. ട്രേഡിങ്ങിൻ്റെ ഈ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു 10 മിനിറ്റത്തെയോ 12 മിനിറ്റത്തെയോ വീഡിയോ ടൈം പീരീഡ് കൊണ്ടിട്ട് ഒരാളിലേക്ക് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ആണ് നമ്മളെ വീഡിയോസ് കുറച്ച് ലെങ്തി ആയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം, മനസ്സിലാവും. കാര്യങ്ങളൊക്കെ നമുക്ക് ഉഷാറായിട്ട് കൊണ്ടുപോകാം. സോ അധികം കഥ പറഞ്ഞ് ഇനി വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ എന്നാലും മൈൻഡപ്പ് ചെയ്യാലോ, ഇനിയൊന്നുമില്ല. ഓക്കെ ഫൈൻ. യെസ്, അപ്പോൾ ഇതാണ് കറണ്ട്ലി നിഫ്റ്റിയുടെ പ്ലാൻ, ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാൻ എന്നുള്ളത് എല്ലാവരും നോക്കുക. ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഓൺ ടൈമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വലിയ മൊമെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വഴിക്ക് പോകും. അപ്പോൾ പിന്നെ ആരും നോക്കേണ്ട ആവശ്യമില്ല ട്രേഡ്, മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്ലാൻസ് നോക്കുക, ഫ്യൂച്ചറിലേക്ക് കോർഡിനേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ പ്ലാൻസ് ഫ്യൂച്ചറിൽ അപ്ലൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ ഒരു ദിവസം 1 hour എങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. സീരിയസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ സ്പെൻഡ് ചെയ്യുക. ഈ അനാലിസിസ് നിങ്ങൾ പഠിക്കുക. എല്ലാ ദിവസവും വീഡിയോയിലും നമ്മൾ ഇതേപോലെ ഇനി ഒരു ടാസ്ക്, ഒരു അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ തരാം. നിങ്ങളത് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ ഈ ഒരു ട്രേഡിങ്ങിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ പറയുന്ന ഈ അസൈൻമെൻറ്റ്സ് നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് അതിൽ നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഇനി അധികം പറഞ്ഞ് ഞാൻ കഥയൊന്നും പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല. It's me, Abhijit, signing off.